ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിന്ദുസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. എൻ്റെ മകൻ ഹൃദയജീൻ്റെ മകൻ അർജുനും അച്ഛൻ്റെ അമ്മേശേട്ടനും കൂടി കുംഭമേളയ്ക്ക് പോയിട്ടുണ്ട്. ആ വിശേഷങ്ങൾ നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. അവിടുത്തെ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞേ. എന്താ പറയാ, മൂന്ന് ലൈഫ് ടൈമിൽ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം കിട്ടിയ ചാൻസ് മിസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. പിന്നെ ഒരാള് ഇത് എക്സ്പീരിയൻസ് ചെയ്തേ പറ്റും. നമുക്കൊന്നും ആ ഭാഗ്യം കിട്ടിയില്ല. ഇല്ലെങ്കിൽ അടുത്ത വരുന്ന അർദ്ധ കുംഭമേളയോ പൂർണ്ണ കുംഭമേളക്കെല്ലാം പോവാലോ. ഇത് എത്ര വർഷം കൂടിയിട്ടാ? ഇത് മഹാകുംഭമേള 144 കൊല്ലത്തിലൊരിക്കൽ വരുന്നത്. അടുത്ത കുംഭമേളക്ക് ഇല്ല ഞാൻ. ഇനി അടുത്തത് 2169 വരുന്നത്. 169. എന്റെ ഭസ്മം പോലും ഉണ്ടാവില്ല. ഇനി ഹരിദ്വാർ പോണ്ടേ കുംഭമേളക്ക്? കഴിഞ്ഞില്ലേ? ഈ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ എങ്ങനെയാണ്? ഫുള്ള് ഓസി. ഞങ്ങൾക്ക് അതുമില്ല, ഞങ്ങൾക്ക് ഫിക്സഡും ഇല്ല. അപ്പോൾ കുംഭമേളയിൽ പങ്കെടുത്ത ആദ്യമായിട്ട് ഒരാളെ കണ്ടത് തേടിയ വള്ളി കാലിൽ ചുറ്റി. എന്നാ ശരി, പിന്നെ ഇനിയും പോവാൻ ആഗ്രഹമുണ്ടോ? അതായത് തിരക്ക് കുറഞ്ഞ സമയത്ത് പോകണം. ഇതേ സ്ഥലങ്ങളെല്ലാം കാണാൻ. എവിടെ താമസിച്ച്? വാരണാസിയിലും അയോധ്യയിലും. ആ ഗംഗ ആരതിയൊക്കെ കണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു? അല്ല, അതാ പറഞ്ഞ ഒന്നും കൂടി പോകണം തിരക്ക് കുറഞ്ഞ സമയത്ത്. ഇനി നമുക്ക് അവർ കുംഭമേളയിൽ അവരുടെ എക്സ്പീരിയൻസ് കാണാം കേട്ടോ. ഈ സന്യാസി വര്യന്മാരുടെ അടുത്തു നിന്നൊക്കെ അവർ അനുഗ്രഹം വാങ്ങിച്ചിട്ടോ. അപ്പോൾ കുംഭമേളയിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു മഹാഭാഗ്യം തന്നെയാണ്. ഈ ഒരു സാധുവിൻ്റെ കൈ ഇങ്ങനെ പെർമനൻ്റ്ലി ഒരുപാട് വർഷങ്ങളായി പോലും ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് തന്നെ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.